ഹലോ എവ്രി വൺ, വെൽക്കം ടു ലാംഗ്വേജ് ലാബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് സെമിസ്റ്റർ മേജർ പേപ്പറായിട്ടുള്ള റീഡിംഗ് ഫിക്ഷനാണ്. റീഡിംഗ് ഫിക്ഷൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഒരു മൂവി അഡാപ്റ്റേഷനാണ്. 1897 ബ്രാം സ്റ്റോക്കറിൻ്റെ വൺ ഓഫ് ദ ക്ലാസിക് നോവൽസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡ്രാക്കുളയെ ബേസ് ചെയ്തിട്ട് 1958 പുറത്തിറങ്ങിയ ഡ്രാക്കുള എന്നുള്ള മൂവിയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ മൂവി പുറത്തിറങ്ങിയത് 1988. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ടെറൻസ് ഫിഷറാണ്. ഹാമർ സ്റ്റുഡിയോസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൊറർ സിനിമ ചരിത്രത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്ന ഒരു മൂവി കൂടെയാണ് ഡ്രാക്കുള എന്നുള്ളത്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഡ്രാക്കുളയായിട്ട് ക്രിസ്റ്റഫർ ലീയും അതുപോലെ വാൻ ഹെൽസിംഗ് എന്നുള്ള ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പീറ്റർ കഷിങ്ങുമാണ്. നമ്മളിതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട്, ഒരു കോണ്ടെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, 1950-കളിൽ 70-കളിലും ഒക്കെ ഹൊറർ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഫെയിം ഉണ്ടാക്കിയ ഒരു പ്രൊഡക്ഷൻ സ്റ്റുഡിയോസാണ് ഹാമർ സ്റ്റുഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒത്തിരിയധികം മാറ്റങ്ങൾ ഈ ഹൊറർ മൂവി പ്രൊഡക്ഷനിൽ കൊണ്ടുവന്ന ഒരു ആളുകളാണ് ഇവർ. പക്ഷേ പിന്നീട് അവരുടെ പ്രൊഡക്ഷൻസിൽ ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞു വന്ന് പിന്നെ ഒരു ഡൗൺഫോൾ ഫേസ് ചെയ്തവരുമാണ് അവർ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 1930-കളിൽ മെയിനായിട്ട് ഇങ്ങനത്തെ പ്രൊഡക്ഷൻസ് വന്നിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ നിന്നായിരുന്നു. സോ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് മൂവി പ്രൊഡക്ഷൻ ആ സമയത്ത് ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ഹാമർ സ്റ്റുഡിയോസ് ആണ് കളറിൽ ഈ ഗോർ, ഹൊറർ, ഗോത്തിക്, ഇറോട്ടിക് സാധനങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ബ്ലഡിനൊക്കെ റെഡ് കളർ വന്നു തുടങ്ങിയത് ഇവരുടെ പ്രൊഡക്ഷൻസ് കൂടെയാണ്, കാരണം കളർ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പീക്ക് എന്ന് പറയുന്നതും ഈ ഒരു മൂവിയുടെ പ്രൊഡക്ഷനാണ്, ഏത് ഡ്രാക്കുള 1958. ഈ പടത്തിന് പിന്നീട് സീക്വൽസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു പ്ലോട്ട് എന്താണ് ഈ സിനിമയുടെ എന്നുള്ളതാണ്. സോ വളരെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ പ്ലോട്ടിലേക്ക് പോവാം. ബ്രാം സ്റ്റോക്കറിൻ്റെ ഒറിജിനൽ നോവലും ഫിലിമും തമ്മിൽ ഒത്തിരിയധികം വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ കഥ ആരംഭിക്കുന്നത് ക്ലോസൻബർഗ് എന്നുള്ളൊരു സ്ഥലത്താണ്. അവിടെയാണ് കൗണ്ട് ഡ്രാക്കുള പ്രഭുവിൻ്റെ കാസിലുള്ളത്. അപ്പോൾ 1885 ജൊനാഥൻ ഹാർക്കർ ഈ കൗണ്ട് ഡ്രാക്കുളയുടെ കാസിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താ അറിയുന്നത്, അവിടുത്തെ ലൈബ്രറിയിൽ ജോലി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ചെല്ലുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡയറി എൻട്രിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, അദ്ദേഹം ഒരു ലൈബ്രറിയൻ ആയിട്ട് മാത്രമല്ല അവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഡ്രാക്കുളയെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. കാരണം എന്താണ്, അദ്ദേഹം ഒരു വാമ്പയർ ഹണ്ടറാണ്. പക്ഷേ ആദ്യ കാഴ്ചയിൽ ഡ്രാക്കുളയ്ക്ക് ഇത് അറിയില്ല. ഡ്രാക്കുള വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹം ലൈബ്രറിയിൽ ജോലി ചെയ്യാൻ വന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. സോ ആദ്യം അവിടെ ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം ഒരു യുവതിയെ കാണുന്നുണ്ട്. ആ യുവതി ഇദ്ദേഹത്തോട് പറയുന്നത് എന്താണ്, ഞാൻ ഇവിടുത്തെ തടവുകാരിയാണ്, എന്നെ ഇവിടെ തടങ്കലിട്ടിരിക്കുകയാണ്, എന്നെ ഇവിടുന്ന് രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്തേക്ക് തന്നെ ഡ്രാക്കുള വന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ റൂം കാണിച്ചു കൊടുക്കാനൊക്കെ കൊണ്ടുപോവുകയാണ്. പക്ഷേ പിന്നീട് വീണ്ടും ഇതേ യുവതിയായിട്ട് അദ്ദേഹത്തിന് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ആ സമയത്ത് ഈ യുവതി തന്നെ റിവീൽ ചെയ്യുന്നുണ്ട് എന്ത്, അവർ ഒരു പ്രിസണർ ഒന്നും അല്ല, പക്ഷേ ഒരു വാമ്പയറാണ്. ആൻഡ് അത് റിവീൽ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവർ ഹാർക്കറിനെ ബൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ കറക്റ്റ് സമയത്ത് ഡ്രാക്കുള വന്ന് അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. ബട്ട് ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ അദ്ദേഹം അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നീട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ ഡയറി ഒരു വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ് ഈ മൂവിക്കകത്ത്. ആൻഡ് വീണ്ടും ഒരു ഡയറി എൻട്രി നടത്തി, ഫൈനൽ ഡയറി എൻട്രി എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞ് അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എന്ത്, ഈ ഡയറി ഈ കാസലിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് സുരക്ഷിതമല്ല, ഇതിവിടുന്ന് മാറ്റണം. സോ അദ്ദേഹം കാസലിന് പുറത്ത് ഈ ഡയറി ഒളിപ്പിക്കുകയാണ്. പിന്നീട് എന്ത് തരത്തിൽ എങ്ങനെയാണ് ഇവരെ രണ്ടുപേരെയും, ഈ രണ്ട് വാമ്പയേഴ്സിനെയും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ കാസിൽ മുഴുവൻ തിരയാൻ തുടങ്ങും. അങ്ങനെ തിരഞ്ഞ് അദ്ദേഹം എത്തുന്നത് ഒരു ക്രിപ്റ്റിലേക്കാണ്. ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബേസ്മെൻ്റ് ആണ്. പക്ഷേ അത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഈ ചാപ്പലിൻ്റെ ഒക്കെ ബേസ്മെൻ്റ് ആയിട്ടുള്ള ഒരു ബറിയൽ പ്ലേസ് പോലെയുള്ള ഒരു സ്ഥലമാണ് ഈ ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം 2 കോഫിൻസ്, ശവപ്പെട്ടികൾ കാണുന്നു. ആൻഡ് അത് ആരുടെയൊക്കെയാണ്, ഒന്ന് ഡ്രാക്കുളയുടെയും അതുപോലെ തന്നെ മറ്റേ വുമൺ വാമ്പയറിൻ്റെയും. ആൻഡ് കാരണം നമുക്കറിയാം, വാമ്പയേഴ്സിനെ നമ്മൾ എപ്പോഴും കോഫിൻസിൽ കിടക്കുന്ന പോലെയാണ് കാണാറ്. കാരണം മാത്രമല്ല ഈ പകൽ സമയത്ത് ഇവർക്ക് പവർ കുറവുമായിരിക്കും. സോ ഹാർക്കർ എന്ത് ഡിസൈഡ് ചെയ്യുന്നു, ഹാർക്കർ ഇവരെ സ്റ്റേക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നു. സ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു വുഡൻ ചെറിയൊരു സ്റ്റിക്ക് പോലത്തെ, അതായത് മുകൾ ഭാഗത്ത് നല്ല കട്ടിയും അടിയിലേക്ക് നല്ല പോയിൻറ്റഡും ആയിട്ടുള്ള ഒരു മരത്തിൻ്റെ ഒരു ആയുധമാണ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. ആൻഡ് അതൊരു സ്ലാവിക് പ്രാക്ടീസാണ്. അതായത് ഈ സ്റ്റേക്ക് നിങ്ങൾ വാമ്പയറിൻ്റെ ചെസ്റ്റിലേക്ക് കുത്തി ഇറക്കുന്നതോടുകൂടി അവരെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ വുമൺ വാമ്പയറിനെ ഹാർക്കർ സ്റ്റേക്ക് ചെയ്യും. ബട്ട് ആ സമയത്ത് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, പിന്നെ ഡ്രാക്കുളയുടെ കോഫിനിലേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടാവില്ല. സോ ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രാക്കുളയ്ക്ക് മനസ്സിലായി ദാറ്റ് ഈ ഹാർക്കറിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. സോ ഹീ ഈസ് ഇൻ റേജ്, ദേഷ്യത്തിലാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാൾ ഹാർക്കറിനെ ഈ ക്രിപ്റ്റിൽ ലോക്ക് ചെയ്യും.
ആൻഡ് അദ്ദേഹം അവിടുന്ന് കടന്നു കളയും. സോ ഈ സമയത്താണ് ഹാർക്കറിനെ അന്വേഷിച്ചിട്ട് അടുത്ത ആൾ വരുന്നത്. ആൻഡ് വൺ ഓഫ് ദ അതർ മെയിൻ ക്യാരക്ടർ വാൻ ഹെൽസിംഗ് എന്ന് പറയുന്നത് ഒരു പാരാസൈക്കോളജിയിൽ ചെയ്യുന്ന ഒരു മെയിൻ വാമ്പയർ ഹണ്ടർ ആയിട്ടുള്ള ഹാർക്കറിൻ്റെ മെൻറ്റർ പോലെയുള്ള ഒരാളാണ്. സോ ഹാർക്കറിനെ അന്വേഷിച്ചിട്ട് വരുന്ന വാൻ ഹെൽസിംഗ് ഫസ്റ്റ് ചെന്ന് നിൽക്കുന്നത് ആ നാട്ടിലുള്ള ഒരു ഇന്നിലാണ്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സത്രം പോലെയുള്ള ആളുകൾ താമസിക്കുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ എന്തിനാണ് വന്നത്, ഇന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. ഡ്രാക്കുളയുടെ ഈ ഒരു നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതൊക്കെ നിർത്താൻ വേണ്ടിയാണ്. പക്ഷേ ആളുകൾ ഭയം കൊണ്ട് തന്നെ അവർ മിണ്ടാതിരിക്കുകയാണ്. കാരണം അയാൾക്ക് വേണ്ട ഇൻഫർമേഷൻ ഒന്നും അവർ കൊടുക്കുന്നില്ല. ബട്ട് പിന്നെ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഈ ഇൻ കീപ്പറിൻ്റെ മകള് ഹാർക്കർ സൂക്ഷിച്ചു വെച്ചിരുന്ന, അതായത് കാസലിൻ്റെ പുറത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഡയറി ഈ ഇൻ കീപ്പറിൻ്റെ മകള് ഹെൽസിങ്ങിന് കൊടുക്കും. ആൻഡ് അത് വെച്ച് അയാൾ കാസലിലെത്തും. അങ്ങനെ കാസലിലെത്തുന്ന സമയത്ത് ഈ ഹാർക്കറിനെ അയാൾ എവിടെയാണ് കാണുന്നത്, ഡ്രാക്കുളയുടെ കഫിനകത്ത് ഹാർക്കറിനെ കാണുന്നത്. ആൻഡ് ഹാർക്കർ ഇപ്പോൾ ഒരു വാമ്പയറായിട്ട് മാറിക്കഴിഞ്ഞു. സോ ഹെൽസിങ് എന്ത് ചെയ്യും, ഹെൽസിങ് ഹാർക്കറിനെ സ്റ്റേക്ക് ചെയ്യും. പിന്നെ അയാൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂസി ഹോംവുഡ് എന്ന് പറയുന്നത് ഹാർക്കറിൻ്റെ ഫിയാൻസി ആയിരുന്നു. ആൻഡ് അവരുടെ ഒരു പോർട്രേറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഫോട്ടോസ് ഇപ്പോൾ ഇല്ല. അദ്ദേഹം തിരിച്ച് ലൂസിയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ടൗണിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അവിടെയുള്ളത് ആരൊക്കെയാണ്, ലൂസിയുടെ ബ്രദർ ആർതർ ഹോംവുഡ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനയുണ്ട്. സോ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിക്ക് വയ്യ, ലൂസി സുഖമില്ലാതെ കിടക്കുകയാണ്. സോ ഹെൽസിങ് വന്നിട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് പറയും. ബട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ആർതർ ഇത് പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല. ആൻഡ് അദ്ദേഹത്തെ ഇങ്ങനെ ഡിസ്മിസ് ചെയ്ത് കളയുകയാണ്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ലൂസി അവളുടെ ബാൽക്കണിയിലേക്ക് പുറത്തിറങ്ങി പോവുക. എന്നിട്ട് അവളുടെ മുടി മാറ്റി അവളുടെ കഴുത്ത് ഇങ്ങനെ റിവീൽ ചെയ്യും. അതിനെ കഴുത്ത് റിവീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ബൈറ്റ് മാർക്സ് കാണാം. ആൻഡ് ആ സമയത്ത് തന്നെ ഡ്രാക്കുള വന്ന് അവളെ പിന്നെയും ബൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ആ ഫോട്ടോസ് കാണാതെ പോയതിൻ്റെ കണക്ഷൻ നമുക്ക് പിന്നീട് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പം ലൂസിയാണ് ഡ്രാക്കുള ടാർഗറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വാമ്പയർ ബ്രൈഡ് ആക്കാൻ വേണ്ടിയിട്ട്. കാരണം മറ്റേ വാമ്പയറിനെ ഇവർ സ്റ്റേക്ക് ചെയ്തല്ലോ. സോ പിന്നീട് ലൂസിയുടെ സ്ഥിതി വീണ്ടും വഷളാവുകയും ആൻഡ് മിന ഹെൽസിങ്ങിൻ്റെ അടുത്താണ് ലൂസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കുന്നത്. ബട്ട് ലൂസി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹെൽസിങ് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബൊക്കെ ഓഫ് ഗാർലിക് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഗാർലിക്കിൻ്റെ ബൊക്കെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെയ്ഡിനോട് പറയുന്നുണ്ട്. സോ കാരണം എന്താ വെച്ചാൽ ഗാർലിക് ഈവിളിനെയൊക്കെ വാർഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, നമ്മൾ കുരിശ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഓൾറെഡി ഒരു വാമ്പയർ ആയി മാറിക്കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഷീ ഈസ് ഫൗണ്ട് ഡെഡ് ആൻഡ് അവളെ അവർ അടക്കം ചെയ്തു അവളുടെ ടൂമിൽ. പക്ഷേ ലേറ്റർ ഓൺ ദേ ഫിഗർ ഔട്ട് ദാറ്റ് ഈ ടൂം എന്ന് പറയുന്നത് എംപ്റ്റി ആണ്, അവൾ അതിനകത്തില്ല. ആൻഡ് അവളെ ആസ് എ വാമ്പയർ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മെയ്ഡിൻ്റെ മകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ലൂർ ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹെൽസിങ് കറക്റ്റ് സമയത്ത് ഇടപെട്ട് ലൂസിയെ സ്റ്റേക്ക് ചെയ്യും. ആദ്യം അദ്ദേഹം വിചാരിച്ചിരുന്നത് ലൂസിയെ വെച്ച് ഡ്രാക്കുളയെ ലൂർ ചെയ്ത് കൊണ്ടുവരാമെന്നായിരുന്നു. പക്ഷേ ആർതർ എത്രയായാലും സ്വന്തം സഹോദരിയെ അങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെതിരെ നിന്നു. ആൻഡ് ലൂസിയെ സ്റ്റേക്ക് ചെയ്ത് അവളെ അടക്കി. പക്ഷെ പിന്നീട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർതറും ഹെൽസിങ്ങും കൂടെ ഡ്രാക്കുളയുടെ കോഫിൻ തിരഞ്ഞ് പോവുകയാണ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ആ കോഫിൻ വെച്ചിട്ട് അയാളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുള്ളൂ. ഇതേ സമയത്ത് ഇവർ പോയി കഴിയുമ്പോൾ മിനയ്ക്ക് ആർതറിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്, നീ ഇന്നൊരു സ്ഥലത്തേക്ക് ഈ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത് ഈ അഡ്രസ്സിലേക്ക് നീ വരണം എന്നുള്ളത്. പക്ഷേ മിന അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഡ്രാക്കുളയാണ്. ആൻഡ് ഡ്രാക്കുള മിനയെ ബൈറ്റ് ചെയ്യും. ഇവർ ആർതറും ഹെൽസിങ്ങും കോഫിൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കോഫിൻ അവിടെ മിസ്സിംഗും ആയിരിക്കും. പിന്നീട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആർതർ മിനയ്ക്കൊരു കുരിശ് കഴുത്തിലിടാൻ വേണ്ടി കൊടുക്കും. ബട്ട് ഈ കുരിശ് ഇടുന്നതോടുകൂടി ഇവളുടെ നെക്ക് പൊള്ളിപ്പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ഓൾറെഡി ആ ഇവള് കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മിനയെ മാക്സിമം, അതായത് ഇനി ഒരു വട്ടം കൂടെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിന കംപ്ലീറ്റ്ലി വാമ്പയർ ആയി മാറുമെന്നറിയാവുന്നത് കൊണ്ട് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒത്തിരി ശ്രമിച്ചു. ബട്ട് സ്റ്റിൽ ഡ്രാക്കുള മാനേജ് ടു എൻറ്റർ ദ ഹൗസ് ആൻഡ് അവളെ വീണ്ടും ബൈറ്റ് ചെയ്യുക മാത്രമല്ല അവളെ അവിടുന്ന് കടത്തിക്കൊണ്ട് കാസിലേക്ക് പോവുകയും ചെയ്തു. സോ ഈ ഫിലിമിൻ്റെ ഷോ ഡൗൺ ക്ലൈമാക്സ് ഉണ്ടാവുന്നത് ഈ കാസിലിൽ തന്നെയാണ്. കാസിലിൽ ഹെൽസിങ് മാനേജസ് ടു ഈ റിപ്പ് ഓപ്പൺ ദ കർട്ടൻസ്. കാരണം സൺലൈറ്റ് വാമ്പയേഴ്സിന് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഒരു തിയറി. ആൻഡ് ഈ കർട്ടൻസ് എല്ലാം വലിച്ചു മാറ്റി ആ സൺലൈറ്റിൽ വെച്ച് 2 ക്യാൻഡിൽ വെച്ച് ഒരു കുരിശും കൂടി ഉണ്ടാക്കിയിട്ട് ഈ ഡ്രാക്കുളയുടെ ബോഡിയെ ഇവർ പൊടിഞ്ഞു പോവും, അതായത് വിതർ ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുക ലാസ്റ്റ്. ആൻഡ് മിന പിന്നീട് ബാക്ക് ടു ലൈഫ് വരികയും ചെയ്യും. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ചെയ്യേണ്ടത് ഈ സിനിമയിലെ ഗോത്തിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. എന്താണ് ഗോത്തിക്? ഗോത്തിക് ആക്ച്വലി വരുന്നത് ഗോത്തിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്നാണ്. അതായത് ചില പ്രത്യേക ടൈപ്പ് ആർച്ചസ്, കത്തീഡ്രൽസ്, കാസിൽസ്, ഇതിൽ നിന്നൊക്കെയാണ്. ലിറ്ററേച്ചറിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗോത്തിക് നോവൽ എന്ന് പറയുന്നത് ദ കാസിൽ ഓഫ് ഒട്രാൻഡോ ബൈ ഹൊറേസ് വാൽപോൾ. അതാണ് ഫസ്റ്റ് ഗോത്തിക് നോവൽ ഇൻ ലിറ്ററേച്ചർ. ഗോത്തിക് ലിറ്ററേച്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡഞ്ചിയൻസ്, ക്രിപ്റ്റ്സ്, കാസിൽസ്, ഡാർക്ക്നെസ്, മിസ്റ്ററി, സസ്പെൻസ്, ടെറർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ്. അതായത് ഭയങ്കര ഒരു ഗ്ലൂമി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയേഴ്സ്, നമുക്ക് എപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മൂഡൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ഗോത്തിക്കിൽ ഉണ്ടാവാറ്. ആൻഡ് ഇറ്റ് ബ്ലെൻഡ്സ് ഒരു ഫിയർ ആൻഡ് ഫാസിനേഷൻ, അതായത് ഈ ഫ്രാങ്കൻസ്റ്റൈൻ, ഡ്രാക്കുള,
വെയർവൂൾഫ്സ്, ഇതെല്ലാം ഗോത്തിക് എലമെൻറ്റ്സ് വരുന്ന കാര്യങ്ങളാണ്. ഡാർക്ക് ആയിട്ടുള്ള കാസിൽസ്. ആൻഡ് ഗോത്തിക്കിൻ്റെ വേറൊരു വലിയ, അപ്പം ഇപ്പോൾ ഈ ഒരു സിനിമ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ ക്രിപ്റ്റ്സ് കണ്ടു, അതുപോലെ തന്നെ ഡ്രാക്കുളയുടെ കാസിൽ, ആ മൊത്തത്തിലുള്ള ഒരു മൂഡ്, അതെല്ലാം ഗോത്തിക്കാണ്. അത് മാത്രമല്ല, ഗോത്തിക് എന്നുള്ളത് റിവീൽ ചെയ്യുന്ന കുറച്ച് കൾച്ചറൽ ആങ്സൈറ്റീസ് ഉണ്ട്. അതായത് അറിയാത്ത ആളുകളുടെ കടന്നുകയറ്റം, ദ ഫിയർ ഓഫ് അൺനോൺ, ഔട്ട്സൈഡേഴ്സ്. അപ്പം ഈ ഡ്രാക്കുളയെ പോർട്രേ ചെയ്യുന്നതും ഒരു ഇൻവേഡർ, ഒരു ഫോറിൻ ഇൻവേഡർ പോലെ. കാരണം കഥ നടക്കുന്നത് റൊമാനിയയിലാണ് ക്ലോസൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. പക്ഷേ ബ്രാം സ്റ്റോക്കറിൻ്റെ നോവലിനകത്ത് അവിടെ നിന്ന് അദ്ദേഹം ഡ്രാക്കുള ഇംഗ്ലണ്ടിലേക്ക് വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ബട്ട് മൂവിയിൽ അങ്ങനെയല്ല. മൂവിയിൽ കുറച്ച് ടൗൺസ് മാറുന്നു എന്നുള്ളൂ, രാജ്യം മാറുന്നില്ല. സോ അങ്ങനെ ഒരു ഫോറിൻ ഇൻവേഷൻ, അതുപോലെ തന്നെ ബൗണ്ടറീസിനെ തകർക്കുക, റിലീജിയസ് ആയിട്ടുള്ള, മോറൽ ആയിട്ടുള്ള ബൗണ്ടറീസിനെല്ലാം ഡ്രാക്കുള എന്ന ക്യാരക്ടർ തകർക്കുന്നുണ്ട്. അതെല്ലാം ഓവർ സ്റ്റെപ്പ് ചെയ്യുന്ന ആളാണ്. ഗോതിക് എലമെൻറ്റ്സ് പോലെ തന്നെ ഈ ഫിലിമിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിലെ മിസ്റ്ററി എലമെൻറ്റ്സും. വാൻ ഹെൽസിങ്ങിൻ്റെ ക്യാരക്ടർ ബിഹേവ് ചെയ്യുന്നത് ഒരു ഡിറ്റക്റ്റീവിനെ പോലെയാണ്. കാരണം അദ്ദേഹം ബൈറ്റ് മാർക്സ് കണ്ടുപിടിക്കുന്നു, കോഫിൻ കണ്ടുപിടിക്കുന്നു, ഫോട്ടോ ഫ്രെയിം വെച്ചിരിക്കുന്നത് കണ്ടുപിടിക്കുന്നു. സോ ഹീ ബിഹേവ്സ് ലൈക്ക് എ ഡിറ്റക്റ്റീവ്. ആൻഡ് അത് ഓരോ തവണ അദ്ദേഹം ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും ആ മിസ്റ്ററി, ആ സസ്പെൻസ് കൂടി വരുന്നു. അതേസമയം ഓഡിയൻസും സസ്പെൻസിലാണ്. കാരണം ഇനി അടുത്തത് ഡ്രാക്കുള ആരെ ആണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, മീനയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ലൂസിക്ക് എന്താണ് സംഭവിച്ചത്, കാരണം ലൂസി ബൈറ്റ് മാർക്സ് കണ്ടു, ഇനി എന്താണ് സംഭവിക്കുക എന്നാൽ അതും ഇങ്ങനത്തെ എലമെൻറ്റ്സ് എല്ലാം ഓഡിയൻസിലും സസ്പെൻസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ നോവലും ഈ ഫിലിമും തമ്മിൽ എന്താണ് ഏറ്റവും വലിയ വ്യത്യാസങ്ങൾ എന്നുള്ളതാണ്. സോ ബ്രാം സ്റ്റോക്കറിൻ്റെ നോവൽ ഭയങ്കര അതായത് കുറേ അധികം ഡീറ്റെയിൽഡ് ആണ്. പക്ഷേ സിനിമ കുറച്ചും കൂടിയും കോമ്പാക്റ്റ് ആണ്. നോവലിൽ ഡ്രാക്കുള ഇംഗ്ലണ്ട് വരെ യാത്ര ചെയ്യുന്നുണ്ട് ഈ ലൂസിയുടെ കാണാൻ പോകാനും ഒക്കെ വേണ്ടിയിട്ട്. ബട്ട് ഇതിൽ എല്ലാ വിധത്തിലുള്ള ആക്ഷനും ടേക്ക് പ്ലേസ് ചെയ്യുന്നത് റൊമേനിയ തന്നെയാണ്. ടൗൺസ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. കൺട്രി മാറി യാത്ര ചെയ്യുന്ന അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല. മാത്രമല്ല നോവലിൽ ഒത്തിരി അധികം സബ് പ്ലോട്ട്സ് ഉണ്ട്, കുറേ മൈനർ സ്റ്റോറീസ് ഉണ്ട്, വേറെ കുറേ അധികം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ബട്ട് മൂവിയിൽ അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം സെൻട്രൽ ആ ഒരു ആക്ഷൻ മാത്രമാണ്, ആ ഒരു ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആക്ഷൻസ് മാത്രമാണ് മൂവിയിലുള്ളത്. മാത്രമല്ല സെൻട്രൽ യൂറോപ്പിൽ മാത്രമാണ് ആക്ഷൻ ഉള്ളത്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ബ്രാം സ്റ്റോക്കറിൻ്റെ നോവലിൽ ഒത്തിരിയധികം സൂപ്പർ നാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻസ് വരുന്നുണ്ട്. ബാറ്റ്സ്, വൂൾഫ്സ്, അങ്ങനെയുള്ള മിസ്റ്റായിട്ടൊക്കെ മാറുന്നുണ്ട്. അങ്ങനത്തെ സൂപ്പർ നാച്ചുറൽ ട്രാൻസ്ഫോർമേഷനൊക്കെ റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് മൂവിയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ സ്ക്രീൻ റൈറ്ററും ഡയറക്ടറും അവരുടെ ഇൻ്റർവ്യൂവിൽ പറയുകയും കൂടി ചെയ്തതാണിത്. അങ്ങനെ അതായതുകൊണ്ട് തന്നെ കുറേ അധികം ട്രാൻസ്ഫോർമേഷൻസ് അവർ എലിമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നോവലിന് ഒരു എപ്പിസ്റ്റോളറി സ്ട്രക്ചർ ഉണ്ട്. എപ്പിസ്റ്റോളറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുകളിലൂടെ കഥ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് എപ്പിസ്റ്റോളറി എന്ന് പറയുന്നത്. എപ്പിസ്റ്റോളറി നോവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്, കത്തുകളിൽ എഴുതിക്കൊണ്ട് എന്നുള്ള രീതിയിൽ. അതായത് രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന കത്തുകളിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിൽ ആ ഒരു സ്ലോ ബിൽഡ് ഇതിലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എപ്പിസ്റ്റോളറി സ്ട്രക്ചർ മൂവിയിലില്ല. മൂവിയിൽ കൂടുതലും വിഷ്വൽ സസ്പെൻസാണ്. എങ്ങനെയാണ് നമുക്ക് കണ്ടിട്ട് ബിൽഡപ്പ് ചെയ്യുന്ന സസ്പെൻസാണ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പെർഫോമൻസുകളാണ്. മെയിൻ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ക്രിസ്റ്റഫർ ലീയുടെയും അതേപോലെ തന്നെ പീറ്റർ കുഷിങ്ങിൻ്റെയും. ക്രിസ്റ്റഫർ ലീ ആണ് ഡ്രാക്കുളയായിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്രാക്കുളയാണ് ഐക്കണായി മാറിയത്. കാരണം അതിന് മുമ്പ് വരെ ബെല ലുഗോസിയുടെ ഡ്രാക്കുള എന്നുള്ള ക്യാരക്ടറായിരുന്നു ഐക്കോണിക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സെൻഷ്വൽ, എറോട്ടിക്, ഭയങ്കര ഇമ്പോസിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ക്രിസ്റ്റഫർ ലീയുടെ ഡ്രാക്കുള വന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ വിഷ്വൽ എന്നുള്ളത്, റെഡ് ഐസ്, ആ ഫാങ്സ്, രണ്ട് തേറ്റ പോലെയുള്ള ഇവർ കടിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് പല്ലുകൾ, വളരെ ടോളായിട്ടുള്ള ഫിഗർ, അദ്ദേഹത്തിൻ്റെ ഗെയ്സ്, ഇതെല്ലാം വളരെ വ്യത്യസ്തമായതായിരുന്നു. മാത്രമല്ല പീറ്റർ കുഷിംഗ് ആണ് വാൻ ഹെൽസിങ്ങിൻ്റെ ക്യാരക്ടർ ചെയ്തത്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വാമ്പയർ ഹണ്ടർ. ആൻഡ് ഈ രണ്ട് പെർഫോമൻസാണ് ആക്ച്വലി ഈ പടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ രണ്ടാണ്. ആൻഡ് ഫൈനൽ ഷോ ഡൗൺ ഭയങ്കര ഐക്കോണിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. സോ ഈ ഒരു പടത്തിൻ്റെ ലെഗസി എന്ന് പറയുന്നത് ഡ്രാക്കുള ആണ് ആദ്യമായിട്ട് വാമ്പയർ ഫിലിം ഇൻ കളർ എന്നുള്ളത്. കാരണം ആ റെഡ് ബ്ലഡ്, അത് അത്രയും കാലം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സോ ആ ബ്ലഡിൻ്റെ റെഡ് കളർ ഒരു ഷോക്ക് എഫക്റ്റ് നൽകിക്കൊണ്ടാണ് വരുന്നത്. പിന്നെ ഈ ഇറോട്ടിക് അണ്ടർടോൺസ് ഈ പടത്തിലുടനീളം ആ ഒരു സെഡക്ഷൻ എന്നുള്ള ഒരു എലമെൻറ്റ് എപ്പോഴും ഡിസയർ, അട്രാക്ഷൻ, അതായത് ഈ വാമ്പയർ ബ്രൈഡിനെ ഡ്രാക്കുള എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതിന് ആ ഒരു ഇറോട്ടിക് അണ്ടർടോൺ എപ്പോഴും പടത്തിൽ ആ ഒരു ഹൊറർ ജോൺറയിൽ കൊണ്ടുവന്നത് ഈ ഒരു സിനിമയാണ്. ക്രിസ്റ്റഫർ ലീ പിന്നീട് 7ാമത്തെ ഗ്രേറ്റസ്റ്റ് ഹൊറർ ക്യാരക്ടർ ഓഫ് ഓൾ ടൈം ആയിട്ട് റാങ്ക് ചെയ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. സോ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഹൊറർ മൂവീസിലെ ഒരു പുതിയൊരു ടേണിംഗ് പോയിന്റ്, ഒരു പുതിയ ദിശ കൊണ്ട് കൊടുത്തു വന്ന ഒരു സിനിമയായിരുന്നു 1958 ഇറങ്ങിയിട്ടുള്ള ഡ്രാക്കുള. നിങ്ങൾക്ക് കുറേ പറഞ്ഞ കാര്യങ്ങളും അതല്ലാത്തതുമെല്ലാം നോട്ട്സിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.